കൂടി കാണണം. ഇനി 3D കാണണം, 2D കാണണം, 3D കാണണം. പിന്നെ മ്യൂസിക് അടിപൊളിയാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയാണ്, സൂപ്പറാണ്. ഇൻഡെപ്ത് ആയിട്ട് കുറേ അതിൻ്റെ ഉള്ളിൽ സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു 3 തവണയെങ്കിലും കാണണം. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ഒരു കണ്ടു കഴിഞ്ഞാൽ വർത്താണ്. വർക്കൊക്കെ സൂപ്പറാണ്. എന്ന് വെച്ചാൽ ടോവിന് രണ്ടാമത്തെ ഒരു മണിയൻ കള്ളന്റെ വേഷത്തിൽ വരുന്നു. കിടുകിടുപ്പൻ, ഒന്നും പറയാനില്ല. മൊത്തത്തിൽ ഇപ്രാവശ്യം ഓണം അജയൻ തൂക്കി, ഒന്നും പറയാം. കിടിലും വേണം. എന്ന് വെച്ചാൽ ഓണം കൊണ്ടുപോകും, ഉറപ്പാണ്. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ കാണേണ്ട മൂവി തന്നെയാണ്. അടിപൊളിയായിട്ട് സുരഭി ചേച്ചി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മണി അടിപൊളിയാണ്, എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാരും കാണാം, സൂപ്പറാണ്, നല്ലപടിയാണ്. ഇറ്റ്സ് എ ഗുഡ് മൂവി ആക്ച്വലി. പിന്നെ 3 ക്യാരക്ടറുണ്ട്. നമ്മൾ പൊതുവെ വിചാരിക്കും വെറുതെ ഫില്ലറൊക്കെ ആയിരിക്കും മറ്റേ, പക്ഷേ 3 നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി. എടുത്തു പറയേണ്ട VFX ആണ്. ഡയറക്ടറൊക്കെ VFX സൂപ്പർവൈസറാന്ന് പറഞ്ഞത്. ടോവിനോടെ പെർഫോമൻസ് വളരെ നൈസ്. ക്യാരക്ടറിന് പണി അറിയാം. ആൻഡ് ഐ തിങ്ക് സൂപ്പർ. നല്ല ആക്ഷൻ മൂവ്മെന്റ്സും ഉണ്ടായിരുന്നു. ഫാന്റസിയാണ്, നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാളം അത്ര അറ്റംപ്റ്റ് ചെയ്യാത്ത ജോണറാണ്. അപ്പോൾ നമുക്കൊരു ഇതുണ്ടായിരുന്നു, ഒട്ടോ വർക്കാവില്ലെന്ന്. പക്ഷെ നമ്മളിങ്ങനത്തെ ജേണേഴ്സ് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല. 6:30 വന്നേക്കാൻ, എന്നിട്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ല. സോ അതാണ് പടത്തിന്റെ വിജയം. ആർട്ട് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ്. അത് പിന്നെ അഭിനന്ദനം അറിയിക്കുന്നു. സൂപ്പറാണ്. ഇതിൻ്റെ ഒരു COD കാവ് എന്ന് പറയുന്ന ഒരു അമ്പലവും അതിൻ്റെ കുളവും ആ പരിസരവും ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് വളരെ നല്ല പക്കായിട്ടാണ്. എല്ലാം അടിപൊളിയാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് അങ്ങനെ സസ്പെൻസ് ആയിട്ട് വെച്ചേക്കുന്നുണ്ട്. പ്രേക്ഷകർ വന്ന് കാരണം 3 കഥാപാത്രങ്ങൾ വളരെ ഭംഗിയായിട്ടാണ് ടോവിനോ തോമസ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയാണ്. ഉറപ്പായിട്ടും ഇത് ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരിക്കും. എല്ലാം ഉണ്ട്. ഉഷാർ 3D ഉണ്ട്.